Hello all. So today we are going to discuss about negotiable instruments. Its concept, features, types, negotiation, assignment, laws relating to negotiable instrument. സോ നെഗോഷ്യബിൾ ഇൻസ്ട്രുമെൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ട് പറയുന്നതിന് മുന്നേ കുറച്ച് ടേംസ് നമ്മൾ അറിഞ്ഞിരിക്കണം. അപ്പോൾ നമ്മൾ ഫസ്റ്റ് സെമ്മിൽ ബാങ്കിങ്ങിൽ പഠിച്ചിട്ടുള്ളതാണ് ബിൽ ഓഫ് എക്സ്ചേഞ്ച്, അതുപോലെ ചെക്ക്, പ്രോമിസറി നോട്ട് എന്ന് പറയുന്ന കോൺസെപ്റ്റിനെ പറ്റിയിട്ട്. ബിൽ ഓഫ് എക്സ്ചേഞ്ചും ചെക്കും നമുക്ക് വളരെ ഫെമിലിയർ ആണ്. പക്ഷേ പ്രോമിസറി നോട്ടിനെ പറ്റിയിട്ട് കേട്ടിട്ടുണ്ടാവും, പക്ഷെ അത്ര ഫെമിലിയർ ആയിട്ടുള്ളൊരു ഇൻസ്ട്രുമെൻ്റ് അല്ല. അപ്പോൾ ഈ 3 ഇൻസ്ട്രുമെൻറ്റിനെ പറ്റിയിട്ടാണ് നമ്മൾ ഇന്ന് പഠിക്കുക, നെഗോഷ്യബിൾ ഇൻസ്ട്രുമെൻറ്റ്സ് എന്ന് പറയുന്ന ആ ഒരു ടേമിൽ. സോ ഈ നെഗോഷ്യബിൾ ഇൻസ്ട്രുമെൻ്റ് ആക്ടിൽ മെൻഷൻ ചെയ്തിട്ടുള്ള 3 ഇൻസ്ട്രുമെൻറ്റ്സ് ആണ് പ്രോമിസറി നോട്ട്, ദെൻ ബിൽ ഓഫ് എക്സ്ചേഞ്ച് ആൻഡ് ചെക്ക്. അപ്പോൾ ഇതിനെപ്പറ്റി പറയുന്നതിന് മുന്നേ നമുക്ക് അറിഞ്ഞിരിക്കേണ്ട കുറച്ച് ടേംസ് ഉണ്ട്. ടേംസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബെയറർ എന്ന് പറഞ്ഞൊരു ടേം ഉണ്ട്, ബാരർ. ആ ടേം കണ്ടോ, ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ബെയറർ എന്നുള്ള ഈ ടേം. അപ്പോൾ ഈ ടേം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരുടെ കയ്യിലാണോ ആ നെഗോഷ്യബിൾ ഇൻസ്ട്രുമെൻ്റ് ഇരിക്കുന്നത്, ആരുടെ കൈവശമാണോ ആ നെഗോഷ്യബിൾ ഇൻസ്ട്രുമെൻ്റ് ഇപ്പോൾ ഉള്ളത്, ആളെയാണ് നമ്മൾ ബാരർ എന്ന് വിളിക്കുക. ഓക്കെ, ദെൻ യു ക്യാൻ സീ ദ ടേം ഓർഡർ. ഓർഡർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മൾ ബിൽ ഓഫ് എക്സ്ചേഞ്ചിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ നമ്മൾ പറഞ്ഞു, കടം മേടിച്ചിട്ട് നമ്മൾ ഒരു പ്രത്യേക ഒരു കോഴ്സ്, അതായത് ഇപ്പോൾ ഒരു 3 മാസം കഴിഞ്ഞിട്ട് ഞാൻ ഈ എമൗണ്ട് തിരിച്ചടച്ചോളാം എന്ന് പറഞ്ഞിട്ട് അതിനെ ഒരു പ്രൂഫ് കാണിക്കുന്ന പോലെയുള്ള ഒരു ഡോക്യുമെൻ്റാണ് ഈ ബിൽ ഓഫ് എക്സ്ചേഞ്ച് നമ്മൾ പറഞ്ഞു. അപ്പോൾ ഓർഡർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനാണ് സെല്ലർ, ബി എന്ന് പറയുന്ന ഒരാളാണ് ബയ്യർ. അപ്പോൾ ഈ ബയ്യർ എനിക്ക് 3 മാസം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ വിറ്റ ഗുഡ്സിൻ്റെ കാശ് എനിക്ക് തരണം. അപ്പോൾ ഒന്നുകിൽ എനിക്ക് തരണം, അല്ലെങ്കിൽ എൻ്റെ ഓർഡർ അനുസരിച്ച് ഞാനിപ്പോൾ ആർക്കാണോ കൊടുക്കാൻ പറഞ്ഞിട്ടുള്ളത് എൻ്റെ ഓർഡർ അനുസരിച്ച് ആൾക്ക് ആ കാശ് കൊടുക്കുക. ഒന്നുകിൽ എനിക്ക് തന്നെ തരാം, അല്ലെങ്കിൽ എനിക്ക് വേറൊരാൾക്ക് കൊടുക്കാനാണ് ആഗ്രഹം എന്നുണ്ടെങ്കിൽ എനിക്ക് ആ ബയ്യറിനോട് പറയാം എൻ്റെ ഓർഡർ അനുസരിച്ച് വേറെ സി എന്ന് പറയുന്ന ഒരാൾക്ക് അത് കൊടുക്കൂ, ആ എമൗണ്ട് കൊടുക്കൂ എന്ന് വേണമെങ്കിൽ എനിക്ക് പറയാം. അപ്പോൾ അതിനാണ് നമ്മൾ ഓർഡർ എന്ന് പറയുന്ന അർത്ഥം ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയുമാണ് നമുക്കിപ്പോൾ ബേസിക്കായിട്ട് പഠിക്കാനുള്ള 2 ടേമാണ്. കാരണം ഡെഫിനിഷനിൽ അത് വരുന്നത് കാരണം കൊണ്ടാണ് അത് പറയുന്നത്. സോ ഓർഡർ മീൻസ് എൻ്റെ ഓർഡർ അനുസരിച്ച്, അതായത് സെല്ലർ ആരാണോ ആളുടെ ഓർഡർ അനുസരിച്ചിട്ടുള്ള ആൾക്കാണ് ഈ എമൗണ്ട് നമ്മൾ പേ ചെയ്യുക. ദെൻ ബെയറർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരുടെ കയ്യിലാണോ ആ നെഗോഷ്യബിൾ ഇൻസ്ട്രുമെൻ്റ് ഇപ്പോൾ ഉള്ളത്, ആളെയാണ് നമ്മൾ ബെയറർ എന്ന് വിളിക്കുക. ഓക്കെ, ദെൻ നമ്മൾ 3 ഇൻസ്ട്രുമെൻസിനെ പറ്റിയിട്ടാണ് ഇവിടെ പറയുന്നത്, പ്രോമിസറി നോട്ട്, ബിൽ ഓഫ് എക്സ്ചേഞ്ച് ആൻഡ് ചെക്ക്. ഈ നെഗോഷ്യബിൾ ഇൻസ്ട്രുമെൻ്റ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ മീനിങ് നെഗോഷ്യബിൾ, ട്രാൻസ്ഫറബിൾ ആയിട്ടുള്ള ഇൻസ്ട്രുമെൻറ്റ്, കൈമാറ്റം ചെയ്യാൻ പറ്റുന്നത് കൊണ്ടാണ് അതിനെ നെഗോഷ്യബിൾ ഇൻസ്ട്രുമെൻ്റ് എന്ന് പറയുന്നത്. ഒരാളിൽ നിന്ന് മറ്റൊരാൾക്ക് നമുക്ക് കൈമാറ്റം ചെയ്യാം, ട്രാൻസ്ഫർ ചെയ്യാം എന്നുള്ളത് കൊണ്ടാണ് അതിനെ നെഗോഷ്യബിൾ ഇൻസ്ട്രുമെൻ്റ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ട്രാൻസ്ഫറബിൾ എന്ന് പറയുന്നത്. ഇനി നമുക്കതിൻ്റെ ഡെഫിനേഷൻ നോക്കാം. According to Section 13A of the Act, negotiable instrument means a promissory note, bill of exchange or check payable either to order or to bearer, whether the word order or bearer appear on the instrument or not. അപ്പോൾ ഒന്നുകിൽ ഓർഡറിനോ അല്ലെങ്കിൽ ഓർഡർ പ്രകാരമോ അല്ലെങ്കിൽ ബെയറർക്കോ എമൗണ്ട് കൊടുക്കുക എന്ന് പറയപ്പെടുന്ന ഒരു പ്രൂഫ് പോലെ നമുക്ക് കാണിക്കാവുന്ന ഇൻസ്ട്രുമെൻറ്റ്സ് ആണ് നെഗോഷ്യബിൾ ഇൻസ്ട്രുമെൻറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഈ പ്രോമിസറി നോട്ട്, ബിൽ ഓഫ് എക്സ്ചേഞ്ച് ആൻഡ് ചെക്ക് എന്ന് പറയുന്നതാണ് ഈ ഡെഫിനിഷനിൽ നെഗോഷ്യബിൾ ഇൻസ്ട്രുമെൻറ്റ് ആക്ട് 1881 എന്ന് പറയുന്ന ആ ആക്ടിലെ ഡെഫിനിഷനിൽ പറയുന്ന ഇൻസ്ട്രുമെൻറ്റ്സ്. Thus, the term negotiable instrument means a written document which creates a right in favor of some person and which is freely transferable. Freely transferable ആണ്, ആർക്കെങ്കിലും ഒരാളുടെ പേരിലായിരിക്കും അത് എഴുതിയിട്ടുണ്ടാവുക. നമുക്കറിയാം റിട്ടൺ ഡോക്യുമെൻ്റ് ആണ്, അപ്പോൾ സെല്ലറും ബയ്യറും ആണ്, അപ്പോൾ ഇന്ന കാശ് കൊടുക്കണം അല്ലെങ്കിൽ കാശ് തരണം എന്ന് പറഞ്ഞിട്ട് ഒരാളുടെ പേരിലായിരിക്കുമല്ലോ അത് എഴുതിയിട്ടുണ്ടാവുക. അതുകൊണ്ടാണ് ഇൻ ഫേവർ ഓഫ് സം പേഴ്സൺ എന്ന് പറയുന്ന അർത്ഥം. ഇൻ ഫേവർ ഓഫ് സം പേഴ്സൺ മീനിങ് ആരുടെയെങ്കിലും പേരിൽ, അല്ലെങ്കിൽ പേയ്മെൻറ്റ് കിട്ടും അങ്ങനെ ആരുടെയെങ്കിലും പേരിൽ എഴുതിയിട്ടുള്ളത് കൊണ്ടാണ് അതിനെ ഇൻ ഫേവർ ഓഫ് എന്ന് പറയുന്നത്. ആൻഡ് വിച്ച് ഇസ് ഫ്രീലി ട്രാൻസ്ഫറബിൾ, അത് ട്രാൻസ്ഫറബിൾ ആണ്. ഓൾദോ ദി ആക്ട് മെൻഷൻസ് ഓൺലി ദീസ് 3 ഇൻസ്ട്രുമെൻറ്റ്സ്. ഇപ്പം ഈ ആക്ട് മെൻഷൻ ചെയ്യുന്നത് ഈ 3 ഇൻസ്ട്രുമെൻറ്റ്സിനെയാണെന്ന് മാത്രം. അപ്പോൾ ഡെഫിനിഷൻ കഴിഞ്ഞു. ഇനി നമ്മൾ സാധാരണ പോലെ നോക്കുകയാണ് നെഗോഷ്യബിൾ ഇൻസ്ട്രുമെൻറ്റ്സ്. In other words, negotiable instruments are written contracts or documents
which promise payment to the assignee or to a specified person. പേയ്മെൻറ്റ് ഒരു പ്രത്യേക ആൾക്കോ അല്ലെങ്കിൽ ഒരു സ്പെസിഫൈഡ് പേഴ്സണോ നമ്മൾ കൊടുക്കണം. ഏത് ഗുഡ്സ് മേടിച്ചിട്ട് നമ്മൾ 3 മാസം കഴിഞ്ഞ് കൊടുക്കാമെന്ന് പറഞ്ഞ പേയ്മെൻ്റ് ഇല്ലേ, ആ പേയ്മെൻറ്റ് ആ മേടിച്ച ആൾക്കോ അല്ലെങ്കിൽ ഒരു സ്പെസിഫൈഡ് പേഴ്സണോ നമ്മൾ കൊടുക്കണം. ദീസ് ടു ഇൻസ്ട്രുമെൻറ്റ്സ് ആർ ട്രാൻസ്ഫറബിൾ. സൈൻസ് ദ ഫൈനൽ ഹോൾഡർ takes the funds and can use them as per requirements. That means once an instrument is transferred, holder of such instrument obtains a full legal title to such instrument. അപ്പോൾ ഒരിക്കൽ ഈ ഇൻസ്ട്രുമെൻ്റ് നമ്മൾ ട്രാൻസ്ഫർ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഇൻസ്ട്രുമെൻറ്റിൻ്റെ ഹോൾഡർ ആരാണോ ആൾക്ക് അതിൻ്റെ ഫുൾ ലീഗൽ ടൈറ്റിൽ കിട്ടും, അല്ലെങ്കിൽ ആൾക്ക് അത് ഫുള്ളായിട്ട് യൂസ് ചെയ്യാം. അപ്പം നമ്മൾ ബിൽ ഓഫ് എക്സ്ചേഞ്ചിൻ്റെ കാര്യത്തിൽ പറഞ്ഞു സെല്ലറിന് അത് ബാങ്കിൽ കൊണ്ടു കൊടുത്തിട്ട് ഡിസ്കൗണ്ട് ചെയ്തെടുക്കാം. ബിൽ ഓഫ് എക്സ്ചേഞ്ച് ഡിസ്കൗണ്ട് ചെയ്യാം എന്നുള്ളത് നമ്മൾ കഴിഞ്ഞ ബാങ്കിങ്ങിൻ്റെ ക്ലാസ്സിൽ പറഞ്ഞിട്ടുള്ളതായിരുന്നു. അപ്പോൾ അതിനാണ് പറയുന്നത്. അപ്പോൾ ഹോൾഡർ എന്ന് പറയുന്നത് സെല്ലറായിരിക്കും, അല്ലെങ്കിൽ അതിൻ്റെ കൈവശം ഇരിക്കുന്നത് സെല്ലറിൻ്റെ കയ്യിലായിരിക്കും. സെല്ലർക്കത് ഫുൾ ലീഗൽ ടൈറ്റിലുള്ള കാരണം കൊണ്ട് ബാങ്കിൽ കൊണ്ടുപോയിട്ട് അത് ഡിസ്കൗണ്ട് ചെയ്യുകയോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഫൈനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷനിൽ കൊണ്ടുപോയിട്ട് അത് ഡിസ്കൗണ്ട് ചെയ്യുകയോ ചെയ്യാം. ഇതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നെഗോഷ്യബിൾ ഇൻസ്ട്രുമെൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു റിട്ടൺ ഡോക്യുമെൻ്റ് ആയിരിക്കും ഇൻ ഫേവർ ഓഫ് സം പേഴ്സൺ ദാറ്റ് ഈസ് ടു ബി പേയബിൾ ഐദർ ടു ഓർഡർ ഓർ ടു ബെയറർ. ആൻഡ് വി ആർ ഡിസ്കസിങ് അബൌട്ട് പ്രോമിസറി നോട്ട്, ബിൽ ഓഫ് എക്സ്ചേഞ്ച് ആൻഡ് ചെക്ക്. ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ദെൻ ഇതാണ് പ്രോമിസറി നോട്ട്, ബിൽ ഓഫ് എക്സ്ചേഞ്ച്, ചെക്കിൻ്റെ ഇമേജ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത് കണ്ടോ, ഫസ്റ്റ് വൺ ഇസ് പ്രോമിസറി നോട്ടിൻ്റെ ഒരു സ്പെസിമെൻ അല്ലെങ്കിൽ ഒരു ഇമേജാണ്. സെക്കൻഡ് വൺ ബിൽ ഓഫ് എക്സ്ചേഞ്ചിൻ്റെ, തേർഡ് ചെക്ക് നമ്മളെല്ലാവരും കണ്ടിട്ടുള്ളതാണ്. അപ്പോൾ ജസ്റ്റ് ഒന്ന് അറിയാൻ വേണ്ടി ഞാൻ ഈ ഇമേജ് ഇട്ടുവെന്നേ ഉള്ളൂ. ഓക്കെ. ദെൻ ടൈപ്സ് ഓഫ് നെഗോഷ്യബിൾ ഇൻസ്ട്രുമെൻറ്റ്സ്. ഫസ്റ്റ് ടൈപ്പ് ഇസ് പ്രോമിസറി നോട്ട്. So promissory note refers to a written promise to its holder by an entity or an individual to pay a certain sum of money by a pre-decided date. In other words, promissory notes show the amount which someone owes to you or you owe to someone together with the interest rate and also the date of payment. അതായത് പ്രോമിസറി നോട്ട് എന്ന് പറഞ്ഞാൽ ഒരു റിട്ടൺ ഡോക്യുമെൻ്റ് ആയിരിക്കും. ഒരാൾ മറ്റൊരാൾക്ക് ഒരു പേയ്മെൻറ്റ് നടത്താനുണ്ട് എന്ന് കാണിക്കുന്ന ഒരു പ്രൂഫ് പോലെ ഉപയോഗിക്കാവുന്ന ഒരു ഡോക്യുമെൻ്റാണ് പ്രോമിസറി നോട്ട്. ആ നോട്ടിൽ തന്നെ അത് എത്രയാണ് അതിൻ്റെ എമൗണ്ട്, ഏത് ടൈമിലാണ് അതിൻ്റെ മെച്യൂരിറ്റി, അതായത് ഇപ്പോൾ 3 മാസം കഴിഞ്ഞിട്ടാണെങ്കിൽ ഒരു 3 months ലേറ്റർ ജാനുവരി 21 അല്ലെങ്കിൽ ജാനുവരി 20 അങ്ങനെ, അല്ലെങ്കിൽ ഏപ്രിൽ, അങ്ങനെ ഒരു സ്പെസിഫൈഡ് ഡേറ്റും കാണിക്കും. അങ്ങനെ ഡേറ്റും എമൗണ്ടും കാണിക്കുന്ന, ഒരാൾ മറ്റൊരാൾക്ക് കാശ് കൊടുക്കാനുണ്ട് എന്ന് പ്രൂവ് ചെയ്യുന്ന ഒരു റിട്ടൺ പ്രോമിസ് അല്ലെങ്കിൽ ഒരു റിട്ടൺ ഡോക്യുമെൻറ്റിനെയാണ് നമ്മൾ പ്രോമിസറി നോട്ട് എന്ന് പറയുക. ഇറ്റ്സ് എ റിട്ടൺ പ്രോമിസ്, സോ ദാറ്റ് ഇസ് എ പ്രോമിസറി നോട്ട്. ഓക്കെ, അപ്പോൾ അതിനെയാണ് നമ്മൾ പ്രോമിസറി നോട്ട് എന്ന് പറയുക. ഇനി എക്സാമ്പിൾ, എ പർച്ചേസസ് ഫ്രം ബി for ₹10,000 worth of goods. In case A is not able to pay for the purchase in cash or doesn't want to do so, he could give B a promissory note. It is A's promise to pay B either on a specified date or on demand. ഓക്കെ, അതായത് എ ബിയിൽ നിന്ന് 10,000 റുപ്പീസിന് ഗുഡ്സ് മേടിച്ചു. എക്ക് ആ 10,000 റുപ്പീസ് ഇപ്പോൾ ക്യാഷായിട്ട് കൊടുക്കാൻ കയ്യിലില്ല, അല്ലെങ്കിൽ ഇപ്പോൾ ക്യാഷായിട്ട് കൊടുക്കാൻ ആൾ ആഗ്രഹിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ എക്കൊരു പ്രോമിസറി നോട്ട് ഉണ്ടാക്കി അത് ബിക്ക് കൊടുക്കാം. ഓക്കെ, അതായത് ഒരു 3 മാസം അല്ലെങ്കിൽ ഒരു 2 മാസം കഴിഞ്ഞ് ഈ ഒരു 10,000 റുപ്പീസ് ഞാൻ നിങ്ങൾക്ക് പേ ചെയ്യാം, അതെൻ്റെ പ്രോമിസാണ് എന്ന് പറഞ്ഞിട്ട് ഇവിടെ ബയറായിട്ടുള്ള എക്ക് സെല്ലറായിട്ടുള്ള ബിക്ക് ഒരു പ്രോമിസറി നോട്ട് ഹാൻഡ് ഓവർ ചെയ്യാം അല്ലെങ്കിൽ കൊടുക്കാം. അങ്ങനെ കൊടുക്കുന്ന ആ ഒരു ഡോക്യുമെൻറ്റ്, അതിനെയാണ് നമ്മൾ പ്രോമിസറി നോട്ട് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഇൻ അനദർ പോസിബിലിറ്റി എന്ന് പറയുന്നത് വായിച്ച് നോക്കണ്ട. ദാറ്റ് ഈസ് ഇത്രയേ ഉള്ളൂ. ഇപ്പോൾ എ ആണ് വാങ്ങുന്നത്, ബിക്കാണ് കൊടുക്കേണ്ടത്. അത് ബിക്ക് വേണ്ട, ബിക്ക് വേറെ ആർക്കെങ്കിലും കൊടുത്താൽ മതി. ഇപ്പോൾ സേ ഫോർ എക്സാമ്പിൾ സി, എനിക്ക് നിങ്ങൾ, അതായത് എയോട് ബി പറയാണ്, എനിക്ക് നിങ്ങൾ തരാനുള്ള കാശ് എനിക്ക് തരണ്ട, ഇന്ന ആൾക്ക്, സി എന്ന് പറയുന്ന ആൾക്ക് കൊണ്ടു കൊടുത്താൽ മതി എന്ന് പറയാം. ആ ഒരു പോസിബിലിറ്റിയാണ് ഇവിടെ അനദർ പോസിബിലിറ്റി എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുള്ളത്.
അപ്പോൾ അതാണ് ഉദ്ദേശിക്കുന്നത്. എ മൈറ്റ് ഹാവ് എ promissory note which is issued by C. He could endorse it note and give it to B and clear his of due. അത്രയേ ഉള്ളൂ. അതായത് ബിക്ക് കൊടുക്കാനുള്ള കാശ് ബി പറയാണ് എനിക്ക് തരേണ്ട സിക്ക് കൊണ്ട് കൊടുത്തോളൂ എന്ന് പറയുന്നതിനെയാണ് നമ്മളിവിടെ ഇൻ അനദർ പോസിബിലിറ്റി എന്ന് പറയുന്ന ഒരു ഭാഗത്തിൽ ഉദ്ദേശിക്കുന്നത്. ഇനി however the seller isn't bound to accept the promissory note. The reputation of a buyer is of great importance to the seller in deciding whether to accept the promissory note or not. അതായത് പ്രോമിസറി നോട്ട് ആക്സെപ്റ്റ് ചെയ്യണോ അതോ വേണ്ടയോ എന്നുള്ളത് സെല്ലർക്ക് വേണമെങ്കിൽ ഡിസൈഡ് ചെയ്യാം എന്നാണ് പറയുന്നത്. സോ ടൈപ്സ് ഓഫ് നെഗോഷ്യബിൾ ഇൻസ്ട്രുമെൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു ഫസ്റ്റ് പോയിന്റ് മാത്രമേ ഇപ്പോൾ നിങ്ങളവിടെ മെൻഷൻ ചെയ്യേണ്ട ഒരു ആവശ്യമുള്ളൂ. കാരണം ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് ലെക്ചറിൽ സിലബസിൽ പറയുന്നില്ല. ബട്ട് ഒരു ഫ്യൂച്ചർ റെഫറൻസിനും കൂടി ആയിക്കോട്ടെ എന്ന് വെച്ചിട്ടാണ് ഞാൻ ഇത്രയും പോയിൻറ്റ്സും എക്സാമ്പിൾസും ഒക്കെ ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ വാട്ട് ഇസ് പ്രോമിസറി നോട്ടെന്നോ അല്ലെങ്കിൽ ടൈപ്സ് ഓഫ് നെഗോഷ്യബിൾ ഇൻസ്ട്രുമെൻറ്റ് ചോദിക്കുമ്പോൾ ആ ഒരു ഫസ്റ്റ് പോയിന്റ് വേണമെങ്കിൽ ഒരു എക്സാമ്പിൾ മാത്രമേ കൊടുക്കേണ്ട ആവശ്യമുള്ളൂ. ഇത് കിട്ടിയെന്ന് വിചാരിക്കണം. ദെൻ നെക്സ്റ്റ് വൺ ഇസ് ബിൽ ഓഫ് എക്സ്ചേഞ്ച്. ബിൽ ഓഫ് എക്സ്ചേഞ്ച് ഞാൻ ഇത് മുഴുവൻ വായിക്കുന്നില്ല, കാരണം നമുക്ക് കഴിഞ്ഞ ക്ലാസ്സിൽ ഫസ്റ്റ് സെമ്മിൽ നമ്മളത് പറഞ്ഞിട്ടുള്ളതാണ്. ഇത്രയേ ഉള്ളൂ. എ എന്ന് പറയുന്ന ഒരു വ്യക്തി ബി എന്ന് പറയുന്ന ഒരാളുടെ കയ്യിൽ നിന്ന് കുറച്ച് ഗുഡ്സ് വാങ്ങുന്നു. അപ്പോൾ എ എന്ന് പറയുന്ന ആൾക്ക് അത് ഇപ്പോൾ ക്യാഷായിട്ട് കൊടുക്കാനായിട്ട് ആളത്രയും ഫണ്ട് കയ്യിലില്ല. അപ്പോൾ ബിയോട് പറയാണ് ഒരു 3 months ലേറ്റർ ഐ വിൽ പേ ദിസ് എമൗണ്ട് എന്ന് പറഞ്ഞിട്ട് ബിയോട് ഒരു ബില്ല് ഡ്രോ ചെയ്യാണ്. ആ ഒരു ഡ്രോ ചെയ്യുന്ന ബില്ലിനെയാണ് നമ്മൾ ബിൽ ഓഫ് എക്സ്ചേഞ്ച് എന്ന് പറയുന്നത്. ആ ബിൽ ഓഫ് എക്സ്ചേഞ്ച് ഡ്രോ ചെയ്ത് അത് സെല്ലർ അത് ആക്സെപ്റ്റ് ചെയ്യും. സെല്ലർക്ക് പെട്ടെന്ന് എമൗണ്ട് ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ അത് ഒരു ബാങ്കിൽ കൊണ്ട് അത് ഡിസ്കൗണ്ട് ചെയ്യാം. അല്ലാന്നുണ്ടെങ്കിൽ ബയർ ആ കാശ് തരുന്നത് വരെ സെല്ലറിന് ആ കാശ് കയ്യിൽ വയ്ക്കാം. സെല്ലറിന് ആ ബിൽ ഓഫ് എക്സ്ചേഞ്ച് കയ്യിൽ വെക്കുകയും ചെയ്യാം. അപ്പോൾ അങ്ങനെ ഒരാൾ മറ്റൊരാൾക്ക് കാശ് കൊടുക്കാനുണ്ട് എന്ന് പറഞ്ഞിട്ട് ഒരു റിട്ടൺ ഡോക്യുമെൻറ്റിനെയാണ് നമ്മൾ ബിൽ ഓഫ് എക്സ്ചേഞ്ച് എന്ന് പറയുന്നത്. ഞാൻ കൂടുതലായിട്ട് ഡീറ്റെയിൽ ആയിട്ട് പോകാത്തത്, നമ്മൾ ഒരിക്കലും ഇത് ഡിസ്കസ് ചെയ്ത് നമ്മൾ ഫസ്റ്റ് സെമ്മിൽ ജസ്റ്റ് റിസർവ് ബാങ്കിനെ പറ്റിയിട്ടൊക്കെ പറഞ്ഞപ്പോൾ നമ്മൾ പറഞ്ഞിട്ടുള്ളതാണ്. അതുകൊണ്ടാണ് ഞാൻ പറയാത്തത്. ഇത് കിട്ടിയെന്ന് വിചാരിക്കണം. ഓക്കെ, ജസ്റ്റ് ഞാൻ ഒന്ന് വായിക്കാം. ബിൽ ഓഫ് എക്സ്ചേഞ്ച് റെഫേഴ്സ് ടു എ ലീഗലി ബൈൻഡിങ് written document which instructs a party to pay a predetermined sum of money to the second party. Some of the bills might state that money is due on a specified date in future, or they might state that the payment is due on demand. A bill of exchange is used in transactions pertaining to goods as well as services. Servicesന് വേണ്ടിയിട്ടും ഈ bill of exchange യൂസ് ചെയ്യാം. It is signed by a party who owes money എന്ന് പറഞ്ഞാൽ പേയർ, മണി പേ ചെയ്യേണ്ട ആൾ, ആൻഡ് ഗിവൺ ടു ദ പാർട്ടി എൻടൈറ്റിൽ ടു റിസീവ് ദ മണി. അതായത് പേയി എന്നാണ് പറയുക, അല്ലെങ്കിൽ സെല്ലർ. അത് സൈൻ ചെയ്യുന്നത് ബയറായിരിക്കും, അത് റിസീവ് ചെയ്യുന്നത് സെല്ലറായിരിക്കും. ബയറിനെ നമ്മൾ പേയറെന്നും സെല്ലറിനെ നമ്മൾ പേയി എന്നുമാണ് പറയുക. ഓക്കെ. However, a seller could also endorse the bill of exchange and give it to someone else, thus passing such payment to some other party. Endorse a bill of exchange എന്ന് പറയുന്നത് നമുക്ക് വേറൊരാൾക്ക് വേണമെങ്കിൽ അത് പാസ് ചെയ്യാം. നിങ്ങൾക്കിവിടെ കാണാം എൻഡോസ് എന്നുള്ള ഈ വേർഡ്. എൻഡോസ് മീൻസ് നിങ്ങൾക്കത് ആർക്കാണോ കൊടുക്കാൻ ഇഷ്ടം. അതായത് എ ബിയിൽ നിന്ന് ഗുഡ്സ് മേടിച്ചു, ബിക്ക് അത് സി എന്ന് പറയുന്ന ഒരാൾക്ക് അത് എൻഡോസ് ചെയ്യാം, അതായത് കൈമാറാം. ഓക്കെ, അതിനാണ് ഇവിടെ എൻഡോസ് എന്ന് പറയുന്നത്. എൻഡോസ് എ ബിൽ ഓഫ് എക്സ്ചേഞ്ച് കൈമാറാം എന്നാണ് അർത്ഥം വരുന്നത്. ഇനി it is to be noted that when the bill of exchange is issued by the financial institution, it's usually referred to as a bank draft, and it is thus issued by an individual, it's usually referred to as a trade draft. നമ്മളിതിനെ ബിൽ ഓഫ് എക്സ്ചേഞ്ചിനെ നമ്മളൊരു ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ആണ് ഡ്രോ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ അതിനെ നമ്മൾ ബാങ്ക് ഡ്രാഫ്റ്റ് അല്ലെങ്കിൽ ട്രേഡ് ഡ്രാഫ്റ്റ് എന്നാണ് പറയാം. ഒരു ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷനാണ് അത് ഇഷ്യൂ ചെയ്യുന്നതെങ്കിൽ നമ്മൾ ബാങ്ക് ഡ്രാഫ്റ്റ് എന്നും, ഒരു ഇൻഡിവിജ്വലാണ് ഇഷ്യൂ ചെയ്യുന്നതെങ്കിൽ നമ്മളതിനെ ട്രേഡ് ഡ്രാഫ്റ്റ് എന്നും പറയും. A bill of exchange primarily acts as a promissory note in the international trade. The exporter or the seller in the transaction addresses a bill of exchange to an importer or buyer. Third party, usually the banks, is a party to several bill of exchange acting as a guarantee for these payments. It helps in reducing any risk which is a part of parcel of any transaction.
ദാറ്റ് ഈസ് നമ്മൾ ഇൻ്റർനാഷണൽ ട്രേഡൊക്കെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഈ ബിൽ ഓഫ് എക്സ്ചേഞ്ച് പ്രോമിസറി നോട്ടായിട്ടും ആക്ട് ചെയ്യും എന്നാണ് പറയുന്നത്. ഞാൻ ഒരിക്കൽ കൂടി പറയുകയാണ്, ഇത്ര ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് പോകാനില്ല, സ്റ്റിൽ ഇത് ഞാൻ പറഞ്ഞു എന്നേ ഉള്ളൂ. ഇനി അടുത്ത് നമുക്ക് നോക്കാനുള്ളത് പാർട്ടീസ് ടു ബിൽ ഓഫ് എക്സ്ചേഞ്ച്. പാർട്ടീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരൊക്കെയാണ് ഈ ബിൽ ഓഫ് എക്സ്ചേഞ്ചിൽ ഇൻവോൾവ് ചെയ്തിട്ടുള്ളത്? ഡ്രോവർ എന്ന് പറഞ്ഞാൽ സെല്ലർ. ആരാണോ ബിൽ ഓഫ് എക്സ്ചേഞ്ച് റൈറ്റ് ചെയ്തിട്ടുള്ളത് ആളെയാണ് നമ്മൾ ഡ്രോവർ എന്ന് പറയുക. ഡ്രോവർ മീൻസ് സെല്ലർ. ആരാണോ അത് ആക്സെപ്റ്റ് ചെയ്തിട്ടുള്ളത്, അതായത് ഡ്രോൺ ചെയ്തിട്ടുള്ളത്, ആക്സെപ്റ്റ് ചെയ്യല്ല ഡ്രോ ചെയ്തിട്ടുള്ളത്. ബിൽ ഓഫ് എക്സ്ചേഞ്ച് റൈറ്റ് ചെയ്യുന്നത് സെല്ലർ ആയിരിക്കും, ഡ്രോ ചെയ്യുന്നത് ഡ്രോവി ആയിരിക്കും, ആക്സെപ്റ്റ് ചെയ്യുന്നത് അഗെയിൻ സെല്ലർ ആയിരിക്കും. സോ ആരാണോ ബിൽ ഓഫ് എക്സ്ചേഞ്ച് ഡ്രോ ചെയ്യുന്നത് അവരെയാണ് നമ്മൾ ഡ്രോവി എന്ന് പറയുന്നത്. അതർവൈസ് ബയ്യർ. പേയി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആർക്കാണോ കാശ് കിട്ടേണ്ടത്, ആരാണോ ഈ സെല് ചെയ്ത എമൗണ്ടിനുള്ള ക്യാഷ് റിസീവ് ചെയ്യുന്ന ആൾ ആരാണോ അയാളാണ് പേയി വരിക. ഓക്കെ, ഒന്നുകിൽ ഡ്രോവർ തന്നെ പേയി ആവുന്ന സിറ്റുവേഷൻസ് ഉണ്ടാവാം, അല്ലെങ്കിൽ ഡ്രോവറും പേയിയും വേറെ വേറെ ആൾക്കാരാവുന്ന സിറ്റുവേഷൻസ് ഉണ്ടാവാം. അതായത് ഓൾറെഡി നമ്മൾ വിചാരിക്കുക സെല്ലറിനാണ് കാശ് കൊടുക്കേണ്ടത്, അതായത് കാശ് കിട്ടേണ്ട ആൾ സെല്ലറാണ്, അതുകൊണ്ട് തന്നെ പേയിയും സെല്ലറായിരിക്കും എന്നാണ് വിചാരിക്കുക. പക്ഷെ ചില സർക്കംസ്റ്റാൻസസിൽ ഡ്രോവറിന് വേറൊരാൾക്ക് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എൻഡോസ് ചെയ്യാം. ഓക്കെ, അതായത് ഡ്രോവറിന് പറയാം എനിക്ക് തരണ്ട, എനിക്ക് തരാനുള്ള കാശ് നിങ്ങൾ സി എന്ന് പറയുന്ന ഒരാൾക്ക് കൊടുത്തോളൂ എന്ന് വേണമെങ്കിൽ പറയാം. ഓക്കെ, അപ്പോൾ ക്യാഷ് റിസീവ് ചെയ്യുന്ന ആൾ ആരായി? സി എന്ന് പറയുന്ന ആളായി. അതുകൊണ്ടാണ് പറഞ്ഞത് പേയി എന്ന് പറയുന്ന ആൾ എല്ലാ കേസിലും ഡ്രോവർ തന്നെ ആവണമെന്ന് നിർബന്ധമില്ല. ഓക്കെ, പേയി എന്ന് പറയുന്ന ആൾ വേറെ ആളാവാം. ഇനി എൻഡോസർ. ആരാണോ ഈ ഒരു റൈറ്റ്, പേയ്മെൻറ്റ് കിട്ടാനുള്ള റൈറ്റ് ട്രാൻസ്ഫർ ചെയ്യുന്നത് ആളെ നമ്മൾ എൻഡോസർ എന്നും, ആരുടെ ബെനിഫിറ്റിന് വേണ്ടിയിട്ടാണോ അല്ലെങ്കിൽ ആരുടെ ഫേവറിലാണോ ഈ റൈറ്റ് ഓഫ് പേയ്മെൻറ്റ് നമ്മൾ ട്രാൻസ്ഫർ ചെയ്ത് കൊടുത്തിട്ടുള്ളത് അയാളെ നമ്മൾ എൻഡോസി എന്നും പറയും. ഇപ്പോൾ എ എന്ന് പറയുന്ന ബി എന്ന് പറയുന്ന രണ്ടാൾ, എ ആണ്, അതായത് എ ആളുടെ റൈറ്റ് വേറൊരാൾക്ക് കൊടുക്കുകയാണ്, കാശ് മേടിക്കാനുള്ള റൈറ്റ് വേറൊരാൾക്ക് കൊടുക്കുകയാണ്. അപ്പോൾ എൻഡോസർ എന്ന് പറയുന്ന ആൾ എ ആയിരിക്കും. ബി എന്ന് പറയുന്ന ആൾക്കാണ് ക്യാഷ് റിസീവ് ചെയ്യാൻ അവകാശം എന്നുണ്ടെങ്കിൽ എൻഡോസി എന്ന് പറയുന്ന ആൾ ബി എന്ന് പറയുന്ന ആളായിരിക്കും. ഓക്കെ, ബെയറർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരുടെ കയ്യിലാണോ ചെക്ക് ഉള്ളത്, ബിൽ ഓഫ് എക്സ്ചേഞ്ച് ഉള്ളത് ആളെയാണ് നമ്മൾ ബെയറർ എന്ന് പറയുന്നത്. ഓക്കെ, സോ ദീസ് ആർ ദ പാർട്ടീസ് ഓഫ് ബിൽ ഓഫ് എക്സ്ചേഞ്ച്. ഇനി നമ്മൾ ബിൽ ഓഫ് എക്സ്ചേഞ്ചിൻ്റെ ടൈപ്സ് ആണ് പറയുന്നത്. ട്രേഡ് ബില്ലും അക്കോമഡേഷൻ ബില്ലും. ഇനി ഒരു ട്രേഡ് ട്രാൻസാക്ഷൻ സെറ്റിൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മളൊരു ബില്ല് ഡ്രോ ചെയ്തത്, ആക്സെപ്റ്റ് ചെയ്തതെന്നുണ്ടെങ്കിൽ അതിനെ നമ്മൾ ട്രേഡ് ബില്ലെന്നാണ് പറയുക. ഓക്കെ, ഇനി അക്കോമഡേഷൻ ബില്ലെന്ന് പറയുന്നത് മ്യൂച്വലായിട്ട് ഒരു സപ്പോർട്ടിന് അല്ലെങ്കിൽ ഒരു ഹെൽപ്പിന് വേണ്ടി എടുക്കുന്ന ബില്ലാണ് അക്കോമഡേഷൻ ബില്ലെന്ന് പറയുന്നത്. മ്യൂച്വലായിട്ട് അത് ആക്സെപ്റ്റ് ചെയ്യുകയും ചെയ്യും, അത് ഡ്രോ ചെയ്യുകയും ചെയ്യും. അതായത് അവിടെ ഒരു സെല്ലിങ് നടക്കണില്ല, ഗുഡ്സിൻ്റെയോ സർവീസസിൻ്റെയോ സെല്ലിങ്ങോ ബൈയിങ്ങോ നടക്കുന്നില്ല, മ്യൂച്വൽ ബെനിഫിറ്റിന് വേണ്ടി മാത്രം എടുക്കുന്ന ബില്ലാണ് അക്കോമഡേഷൻ ബില്ലെന്ന് പറയുന്നത്. ദിസ് ബിൽ ക്യാരീസ് ആൻ എഗ്രിമെൻറ്റ് ബിറ്റ്വീൻ ടു പാർട്ടീസ് ഫോർ ദി പർപ്പസ് ഓഫ് ഗിവിംഗ് ഫിനാൻഷ്യൽ സപ്പോർട്ട് ടു അതേഴ്സ്. തമ്മിൽ ഒരു ഫിനാൻഷ്യൽ സപ്പോർട്ട് കൊടുക്കാൻ വേണ്ടി ഡ്രോ ചെയ്യുന്ന ബില്ലാണ് അക്കോമഡേഷൻ ബിൽ. ട്രേഡ് ബില്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ട്രാൻസാക്ഷൻ, ഒരു ട്രേഡ് ട്രാൻസാക്ഷൻ സെറ്റിൽ ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കും ട്രേഡ് ബില്ല് നമ്മൾ എടുത്തിട്ടുണ്ടാവുക. ഓക്കെ, അപ്പോൾ ദീസ് ആർ ദ ടൈപ്സ് ഓഫ് ബിൽ ഓഫ് എക്സ്ചേഞ്ച്. ദെൻ ചെക്ക്. ചെക്ക് എന്ന് പറഞ്ഞാൽ നമുക്കറിയുന്ന കാര്യമാണ്. നമ്മൾ ബാങ്കിൽ പോയിട്ട് എമൗണ്ട് എടുക്കാൻ അല്ലെങ്കിൽ ക്യാഷ് വിഡ്രോ ചെയ്യാനൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു ഡോക്യുമെൻ്റാണ് ചെക്ക് എന്ന് പറയുന്നത്. സോ എ ചെക്ക് റെഫേഴ്സ് ടു ആൻ ഇൻസ്ട്രുമെൻറ്റ് ഇൻ റൈറ്റിംഗ് which contains an unconditional order addressed to a banker and is signed by a person who has deposited his money with the banker. This order requires the banker to pay a certain sum of money on demand only to the bearer of the check or to any other person who is specifically to be paid as per instructions given. That is, ഒരു അൺകണ്ടീഷണൽ ഓർഡർ കണ്ടെയ്ൻ ചെയ്യുന്ന ഒരു റിട്ടൺ ഇൻസ്ട്രുമെൻ്റ് അല്ലെങ്കിൽ ഡോക്യുമെൻ്റ് ആയിരിക്കും ചെക്ക് എന്ന് പറയുന്നത്. മണി ഒരു ബാങ്കിൽ നമ്മൾ ഡെപ്പോസിറ്റ് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആ ഒരു ഡെപ്പോസിറ്റർക്ക് ആ ബാങ്കിൽ നിന്നും എമൗണ്ട് വിഡ്രോ ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്ന ഇൻസ്ട്രുമെൻ്റാണ് ചെക്ക്. ഈ ചെക്ക് നമ്മൾ കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇറ്റ് ഈസ് ദ റെസ്പോൺസിബിലിറ്റി ഓഫ് ദി ബാങ്കർ ടു ഗിവ്
ദ മണി. ഓക്കെ, അപ്പോൾ അങ്ങനെ അതിന് വേണ്ടി മണി ഡെപ്പോസിറ്റ് ചെയ്ത മണി വിഡ്രോ ചെയ്യാനായിട്ട് കസ്റ്റമറിനെ അല്ലെങ്കിൽ ഡെപ്പോസിറ്ററിനെ ഹെൽപ്പ് ചെയ്യുന്ന ഇൻസ്ട്രുമെൻ്റാണ് ചെക്ക്. നമുക്ക് എല്ലാവർക്കും ഫെമിലർ ആയിട്ടുള്ള ഒരു ഇൻസ്ട്രുമെൻ്റാണ്. ഇനി ചെക്ക് കുഡ് ബി എ ഗുഡ് വേ ഓഫ് പേയിങ് ഡിഫറെൻറ്റ് കൈൻഡ്സ് ഓഫ് ബിൽസ്. Although the usage of check is declining over the years due to online banking, individuals still use checks for paying for loans, college fees, car EMIs, etc. വിച്ച് മീൻസ് ഓൺലൈൻ ബാങ്കിങ് വന്നതോടുകൂടി ചെക്കിൻ്റെ ഒരു യൂസ് ഡിക്ലൈൻ ചെയ്ത് വരികയാണെന്നുണ്ടെങ്കിൽ കൂടിയും ഇപ്പോഴും പല കാര്യങ്ങൾക്കും നമ്മൾ ചെക്ക് തന്നെയാണ് യൂസ് ചെയ്യുന്നത്. കാരണം അത് ഒതൻറ്റിക് ആണ്, അതൊരു പ്രൂഫായിട്ടും കൂടി നമുക്ക് യൂസ് ചെയ്യാം. അതുകൊണ്ട് ചെക്ക് ഇപ്പോഴും നിലവിലുണ്ട്. ചെക്സ് ആർ ഓൾസോ എ ഗുഡ് വേ ഓഫ് കീപ്പിംഗ് ട്രാക്ക് ഓഫ് ഓൾ ദി ട്രാൻസാക്ഷൻസ് ഓൺ പേപ്പർ. കണ്ടോ, ഞാൻ പറഞ്ഞത് നമ്മൾ ഒതൻറ്റിസിറ്റി കൂടുതലാണ് ചെക്കിന്. ഓൺ ദി അതർ സൈഡ്, checks are comparatively a slow method of payment and might take some time to process. കുറച്ച് ടൈം എടുത്തിട്ടായിരിക്കും അത് പ്രോസസ്സ് ചെയ്യാന്നാണ് പറയുന്നത്. അതിനിവിടെ മാറ്റർ ഓഫ് കൺസേൺ അല്ല. സോ ചെക്ക് എന്ന് പറയുന്നത് ഒരു അൺകണ്ടീഷണൽ ഓർഡർ കണ്ടെയ്ൻ ചെയ്യുന്ന ഒരു റിട്ടൺ ഡോക്യുമെൻ്റ് ആണ്. Then these are the types of check. ആക്ച്വലി സ്പീക്കിംഗ് ടൈപ്സ് ഓഫ് ചെക്ക് നമ്മുടെ സിലബസിലില്ല. പക്ഷെ ചെക്കിനെ പറ്റി പഠിക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ടൈപ്സ് ഓഫ് ചെക്കും കൂടി അറിഞ്ഞിരിക്കേണ്ടതാണ്. സോ ടൈപ്സ് ഓഫ് ചെക്ക്: ബാരർ ചെക്ക്, ട്രാവലേഴ്സ് ചെക്ക്, ഓർഡർ ചെക്ക്, ക്ലോസ്ഡ് ചെക്ക്, സെൽഫ് ചെക്ക്, ക്യാൻസൽ ചെക്ക്, ബാങ്കേഴ്സ് ചെക്ക്, ആൻറ്റിഡേറ്റഡ് ചെക്ക്, സ്റ്റേൽ ചെക്ക്, മൾട്ടിലേറ്റഡ് ചെക്ക്, ഗിഫ്റ്റ് ചെക്ക്, ഓപ്പൺ ചെക്ക്, പോസ്റ്റ് ഡേറ്റഡ് ചെക്ക്, ബ്ലാങ്ക് ചെക്ക്. ഇത്രയുമാണ് ടൈപ്സ് ഓഫ് ചെക്ക് എന്ന് പറയുന്നത്. ആക്ച്വലി ഇത് നമ്മുടെ സിലബസിലില്ല. പക്ഷേ ചെക്ക് എന്ന് പറഞ്ഞ കാരണം കൊണ്ട് ടൈപ്സ് ഓഫ് ചെക്കും കൂടി അറിഞ്ഞിരിക്കാൻ വേണ്ടി ഞാൻ ഇട്ടുവെന്നേ ഉള്ളൂ. ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കുക. ഇത് ഇത്രയും ഡീറ്റെയിൽ ആയിട്ടും ഇതിൻ്റെ ഓരോന്നിൻ്റെയും എക്സ്പ്ലനേഷനൊന്നും പഠിക്കാനില്ല. ജസ്റ്റ് ഈ 14 ഹെഡിങ്സ് മാത്രം, ടൈപ്സ് മാത്രം പഠിച്ചാൽ മതി. ഓക്കെ. ദെൻ ചെക്ക് പാർട്ടീസ് ടു ചെക്ക്. ഡ്രോവർ, ദ പേഴ്സൺ ഹു ഡ്രോസ് ദി ചെക്ക്, ആളെയാണ് നമ്മൾ ഡ്രോവർ എന്ന് പറയുക. ദാറ്റ് ഈസ് സൈൻസ് ആൻഡ് ഓർഡേഴ്സ് ദ ബാങ്ക് ടു പേ ദി സം. ചെക്ക് ഡ്രോ ചെയ്യുന്ന ആളെയാണ് നമ്മൾ ഡ്രോവർ എന്ന് പറയുക. അതായത് ആരാണോ അവിടെ ഡെപ്പോസിറ്റ് ചെയ്തിട്ടുള്ളത് അവരെ. ദെൻ ഡ്രോയി, ദ ബാങ്ക് ഓൺ വിച്ച് ദ ചെക്ക് ഇസ് ഡ്രോൺ ഓർ ഹു ഇസ് ഡയറക്റ്റഡ് ടു പേ ദി സ്പെസിഫൈഡ് സം റിട്ടൺ ഓൺ ദി ചെക്ക്. അതായത് ഇപ്പോൾ ഞാനാണെന്ന് വിചാരിക്കൂ, ഞാനൊരു ചെക്ക് ഡ്രോ ചെയ്തു SBI. വൺസ് അഗൈൻ. ഓക്കെ, സോ ഞാനാണ് ഡ്രോവർ. ഞാൻ SBIയുടെ പേരിൽ ഒരു ചെക്ക് ഡ്രോ ചെയ്യുകയാണെന്ന് വിചാരിക്കും. അപ്പോൾ എന്നെയാണ് ഡ്രോവർ എന്ന് വിളിക്കുക, SBIനെയാണ് ഡ്രോയി എന്ന് വിളിക്കുക. അതായത് എനിക്ക് എമൗണ്ട് തരാൻ റെസ്പോൺസിബിൾ ആയിട്ടുള്ള ആളാണ് SBI. സോ സിൻസ് എൻ്റെ അക്കൗണ്ടോടുള്ള കാരണം SBIനെ നമ്മൾ ഡ്രോയി എന്നും എന്നെ ഡ്രോവർ എന്നും വിളിക്കും. ദെൻ പേയി, the beneficiary, that is to whom the amount is to be paid. ബെനിഫിഷ്യറി എന്ന് പറഞ്ഞാൽ ആർക്കാണോ എമൗണ്ട് കയ്യിലേക്ക് കിട്ടുന്നത് ആളെയാണ് നമ്മൾ പേയി എന്ന് വിളിക്കുക. അപ്പോൾ എൻ്റെ കേസിൽ ഞാനാവാം, അല്ലെങ്കിൽ എനിക്കൊരു ചെക്ക് ഡ്രോ ചെയ്തിട്ട് അതിൻ്റെ എമൗണ്ട് എനിക്ക് എൻ്റെ ഒരു ഫ്രണ്ടിന് അല്ലെങ്കിൽ A എന്നോ B എന്നോ പറയുന്ന ഒരാൾക്ക് കൊടുക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ ആളാണ് പേയി ആവുക. Apart from these three, there are two more parties of a check: endorser and endorsee. When a party transfers his right to take the payment to another party, she or he is called endorser. പേയ്മെൻറ്റിൻ്റെ റൈറ്റ് ട്രാൻസ്ഫർ ചെയ്യുന്ന ആളെയാണ് നമ്മൾ എൻഡോസർ എന്ന് പറയുന്നത്. അങ്ങനെ ആരുടെ ഫേവറിലാണോ ആ പേയ്മെൻറ്റ് ട്രാൻസ്ഫർ ചെയ്തത് ആളെ നമ്മൾ എൻഡോസി എന്നും വിളിക്കും. സോ ഇത്രയുമാണ് പാർട്ടീസ് ടു ചെക്ക്. ഓക്കെ. ദെൻ features of negotiable instrument. ഈസിലി ട്രാൻസ്ഫറബിൾ. ഇത് വളരെ ഈസിലി ട്രാൻസ്ഫറബിൾ ആണ്, അതുകൊണ്ട് തന്നെയാണ് അതിനെ നെഗോഷ്യബിൾ എന്ന് പറയാനുള്ള കാരണം. ഇനി മസ്റ്റ് ബി റിട്ടൺ, അതൊരു റിട്ടൺ സ്റ്റേറ്റ്മെൻ്റ് ആയിരിക്കണം. ദിസ് ഇൻക്ലൂഡ്സ് ഹാൻഡ് റിട്ടൺ, നോട്ട്സ്, പ്രിൻറ്റഡ്, എൻഗ്രേവ്ഡ്, ടൈപ്ഡ് എക്സെട്ര. അത് റിട്ടൺ ആയിരിക്കണം. ഈ ഏത് ഫോമാറ്റിലോ, ഈ താഴെ പറഞ്ഞിട്ടുള്ള ഏത് ഫോമാറ്റിലായാലും കുഴപ്പമില്ല, റിട്ടൺ ഡോക്യുമെൻ്റ് ആയിരിക്കണം. ടൈം ഓഫ് പേയ്മെൻറ്റ് മസ്റ്റ് ബി സർട്ടൺ. നമ്മളിപ്പോൾ പേയ്മെൻറ്റ് ചെയ്യാൻ പോകുന്നു എന്ന് പറഞ്ഞു,
അതിൻ്റെ ടൈം എപ്പോഴും certain ആയിരിക്കണം. അല്ലാതെ ഒരു വാട്ട് ടു സേ ഒന്നുമില്ലാതെ, അതായത് ജസ്റ്റ് ഇങ്ങനെ ഡ്രോ ചെയ്തു ഒരാളുടെ പേരിൽ അത് ആക്സെപ്റ്റ് ചെയ്തിട്ടു എന്നല്ല, സ്പെസിഫിക് ആയിട്ട് കാര്യങ്ങൾ അവിടെ പറഞ്ഞിട്ടുണ്ടാവണം. ഒരു ക്ലാരിറ്റി എപ്പോഴും മെയിൻറ്റെയിൻ ചെയ്യണം. ദെൻ പേയി ഓൾസോ മസ്റ്റ് ബി സർട്ടൺ. ആർക്കാണോ കൊടുക്കേണ്ടത് പേയി, ആളുടെ പേരും കൂടി വ്യക്തമായി, പേര് ഇൻ ദ സെൻസ് ആൾ ആരാണെന്നും കൂടി വ്യക്തമായിട്ട് അവിടെ കൊടുത്തിട്ടുണ്ടായിരിക്കണം. അല്ലാതെ ജസ്റ്റ് നേരത്തെ പറഞ്ഞ പോലെ ഒരു ക്ലാരിറ്റി ഇല്ലാത്ത പോലെ ആയിരിക്കരുത് അത് ഡ്രോ ചെയ്തിട്ടുണ്ടാവേണ്ടത്. അതിൽ പേയ്മെൻറ്റിൻ്റെ സ്പെസിഫൈഡ് ഡേറ്റ്, ആർക്കാണ് പേ ചെയ്യേണ്ടത് എന്നുള്ള കാര്യങ്ങളൊക്കെ വ്യക്തമായിട്ട് അവിടെ കൊടുത്തിട്ടുണ്ടാവണം. ദെൻ അസൈൻമെൻറ്റ് അടുത്തൊരു ടോപ്പിക്കാണ് നമ്മളിതിൽ അസൈൻമെൻറ്റിനെ പറ്റി പഠിക്കാൻ പോകുന്നത്. Transfer by assignment takes place when the holder of a negotiable instrument sells his right to another person without endorsing it. The assignee is entitled to get possession and can recover the amount due to the instrument from the parties thereto. അതായത് എൻഡോസ് ചെയ്യാതെ ക്യാഷ്, അതായത് ആളുടെ റൈറ്റ് നമ്മൾ ട്രാൻസ്ഫർ ചെയ്യുക, അതിനാണ് നമ്മൾ അസൈൻമെൻ്റ് എന്ന് പറയുക. അതായത് ഇപ്പോൾ എ എന്ന് പറയുന്ന ഒരാൾക്കാണ് എമൗണ്ട് കിട്ടാനുള്ളതെന്ന് വിചാരിക്കും. ആളത് ബിക്ക് എൻഡോസ് ചെയ്യാതെ റൈറ്റ് മാത്രം ബിക്ക് അസൈൻ ചെയ്ത് കൊടുക്കുന്നു. അതിനാണ് നമ്മൾ അസൈൻമെൻ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമുക്ക് അതിൻ്റെ നെഗോസിയേഷനും അസൈൻമെൻറ്റും തമ്മിലുള്ള ഡിഫറൻസ് നോക്കാം. മോഡ് ഓഫ് ട്രാൻസ്ഫർ. Negotiation can be effected by mere delivery or endorsement followed by delivery. Mode of transfer is not so intimating. Assignment is also always done by writing, usually by executing a separate document signed by the transferor. നെഗോസിയേഷൻ നമ്മൾ സാധാരണ പോലെ തന്നെ എൻഡോഴ്സ്മെൻറ്റ് വഴിയാണ് ചെയ്യുക. പക്ഷേ അസൈൻമെൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സെപ്പറേറ്റ് ഡോക്യുമെൻറ്റ്, ട്രാൻസ്ഫറർ ഒരു സെപ്പറേറ്റ് ഡോക്യുമെൻറ്റ് സൈൻ ചെയ്ത് അതിലെഴുതിയിട്ടൊക്കെയാണ് അസൈൻമെൻറ്റ് ചെയ്യുക. ദെൻ കൺസിഡറേഷൻ. കൺസിഡറേഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് കിട്ടേണ്ട എമൗണ്ടിനെയാണ് നമ്മൾ ലീഗൽ ടേംസിൽ കൺസിഡറേഷൻ എന്ന് പറയുന്നത്. നമുക്ക് കിട്ടാനുള്ള പേയ്മെൻറ്റിനെയാണ് നമ്മൾ കൺസിഡറേഷൻ എന്ന് പറയുക. സോ കൺസിഡറേഷൻ ഈസ് നോർമലി പ്രിസ്യൂംഡ് ഇൻ കേസ് ഓഫ് നെഗോസിയേഷൻ. The endorsee is not required to prove that he has obtained the instrument for consideration. The burden of proof, in fact, lies on the opposite party. In case of assignment, consideration is not presumed. The assignee has to prove that he has obtained the instrument for consideration. Then, title. അപ്പോൾ ഇവിടെ പറയുന്നതെന്ന് വെച്ചാൽ ടൈറ്റിൽ നിൽക്കട്ടെ. കൺസിഡറേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കിട്ടാനുള്ള പേയ്മെൻ്റ് ആണെന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ നെഗോസിയേഷൻ്റെ കേസിൽ കൺസിഡറേഷൻ്റെ ഒരു പ്രൂഫ്, എനിക്കാണ് കിട്ടാനുള്ളത് എന്ന് പറയുന്ന ഒരു പ്രൂഫ് ഒന്നും കാണിക്കണമെന്ന് നിർബന്ധമില്ല. പക്ഷേ അസൈൻമെൻറ്റിൻ്റെ കാര്യത്തിൽ അങ്ങനെ പ്രിസ്യൂം അല്ല. എങ്ങനെയാണ് നിങ്ങൾ അസൈനി ആയത്, നിങ്ങൾക്കാണ് കൺസിഡറേഷൻ കിട്ടാൻ പോകുന്നത് എന്താണ് ഉറപ്പ്, അതിനെ കാണിക്കുന്ന ഒരു പ്രൂഫ് അസൈനി കാണിക്കാനുണ്ട്. അപ്പോൾ അസൈൻമെൻറ്റിൻ്റെ കാര്യത്തിൽ കൺസിഡറേഷന് ഒരു പ്രൂഫ് വേണം, നെഗോസിയേഷൻ അങ്ങനെ നിർബന്ധമില്ല. ദെൻ നെക്സ്റ്റ് ഇസ് ടൈറ്റിൽ. In case of negotiation, the transferee, as a holder in due course, takes the instrument free from defect in title of the transferor, if any, and acquires the better title than his transferor. In assignment, the assignee of an actionable claim takes it subject to the defects that may exist to the title of the transferor. അതായത് അസൈനി ആണെങ്കിൽ ഡിഫക്ട്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ ട്രാൻസ്ഫററിൻ്റെ പേരിൽ നമുക്ക് എന്തെങ്കിലും ക്ലെയിം അല്ലെങ്കിൽ എന്തെങ്കിലും ക്ലെയിം ചെയ്യാം എന്നാണ് പറയുന്നത്. പക്ഷേ നെഗോസിയേഷൻ്റെ കാര്യത്തിൽ അങ്ങനെ അല്ല. ഓക്കെ, അതാണ് ഇവിടെ പറയുന്നത്. ഇൻ അസൈൻമെൻറ്റ് ദി അസൈനി ഓഫ് ആൻ ആക്ഷനബിൾ ക്ലെയിം ടേക്സ് ഇറ്റ് സബ്ജക്റ്റ് ടു ദ ഡിഫക്ട്സ് ദാറ്റ് മേ എക്സിസ്റ്റ് ഇൻ ദി ടൈറ്റിൽ ഓഫ് ദി ട്രാൻസ്ഫറർ. അതായത് നെഗോസിയേഷൻ ആണെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ഡിഫക്റ്റ്, ടൈറ്റിലിന് എന്തെങ്കിലും ഡിഫക്റ്റ് ഉണ്ടെങ്കിൽ ഓൾക്കൊന്നും പറയാനൊന്നും പറ്റില്ല, അതൊരു വലിയ മാറ്റർ ഓഫ് കൺസേൺ അല്ല. പക്ഷേ അസൈൻമെൻറ്റിൻ്റെ കാര്യത്തിലാണെങ്കിൽ ഒരു ആക്ഷനബിൾ ക്ലെയിം ആണ്. കാരണം എന്തെങ്കിലും ഡിഫക്റ്റ് ആ ടൈറ്റിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊരു ആക്ഷനബിൾ ക്ലെയിം ആണ്. ഇനി നോട്ടീസ് ഓഫ് ട്രാൻസ്ഫർ. The notice of transfer by the transferee to the debtor was not necessary in assignment. Okay, in case of transfer by endorsement, the debtor, that is the maker, payer, etc., was not given by notice, he will still be liable to pay the amount on maturity. In case of transferor by assignment,
നോട്ടീസ് ഓഫ് ട്രാൻസ്ഫർ മസ്റ്റ് ബി ഗിവൻ ടു ദി ഡെറ്റർ ബൈ ദി ട്രാൻസ്ഫറി. അതായത് അസൈൻമെൻറ്റിലാണെന്നുണ്ടെങ്കിൽ നോട്ടീസ് ഓഫ് ട്രാൻസ്ഫർ എന്തായാലും വേണം. അതായത് എൻ്റെ റൈറ്റ് നിനക്ക് ഞാൻ ട്രാൻസ്ഫർ ചെയ്യുന്നുണ്ട് എന്ന് പറയുന്ന ആ നോട്ടീസ് ഓഫ് ട്രാൻസ്ഫർ അസൈൻമെൻറ്റിൻ്റെ കാര്യത്തിൽ അത്യാവശ്യമാണ്, അതിൻ്റെ ആവശ്യമുണ്ട്. പക്ഷേ എൻഡോഴ്സ്മെൻറ്റിൻ്റെ കാര്യത്തിലാണെന്നുണ്ടെങ്കിൽ അതിനൊരു നോട്ടീസൊന്നും സാധാരണ കൊടുക്കാറില്ല. ഇനി റെലവൻസി. Negotiation is relevant chiefly in case of negotiable instruments. Assignment is usually done in case of other documents but may be done in respect of negotiable instrument as well. ഇപ്പോൾ റെലവൻസി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നെഗോഷ്യബിൾ ഇൻസ്ട്രുമെൻറ്റിൽ നെഗോസിയേഷൻ റെലവൻ്റ് ആണ്. അതുപോലെ അസൈൻമെൻറ്റ് എന്ന് പറഞ്ഞാൽ അത്ര ഒരു അതായത് നെഗോസിയേഷനിൽ റെലവൻസി എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണോ അത്രത്തോളം തന്നെ അസൈൻമെൻറ്റിൽ വരുന്നില്ല. ബിക്കോസ് അസൈൻമെൻറ്റ് എന്ന് പറയുന്നത് മറ്റ് ഇൻസ്ട്രുമെൻസിലാണ് കൂടുതലും ആ ഒരു റെലവൻസി എന്ന് പറയുന്ന ഒരു ആസ്പെക്റ്റ് വരുന്നത്. നെഗോസിയേഷനിലെ പോലെ അത്ര ഒരു ഇമ്പോർട്ടൻസ് അസൈൻമെൻറ്റിൽ ഇല്ല റെലവൻസിന്. ഓക്കെ, ദെൻ സ്യൂട്ട് അഗെയിൻസ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ സ്യൂട്ട് ചെയ്യുക എന്നുള്ളതിനെയാണ് നമ്മൾ സ്യൂട്ട് അഗെയിൻസ്റ്റ് എന്ന് മീൻ ചെയ്യുന്നത്. A transferee can sue the third party in assignment, but in negotiations, an assignee cannot do so. അതായത് സ്യൂട്ട് അഗെയിൻസ്റ്റ് പറഞ്ഞാൽ നമുക്ക് കേസ് കൊടുക്കാം, എന്തെങ്കിലും ഒരു പ്രോബ്ലം അല്ലെങ്കിൽ ഒരു ഗ്രീവൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ കേസ് കൊടുക്കാം എന്നുള്ളതാണ് സ്യൂട്ട് അഗെയിൻസ്റ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അസൈൻമെൻറ്റിലാണെന്നുണ്ടെങ്കിൽ സ്യൂ ചെയ്യാം, അതായത് കേസ് കൊടുക്കാം എന്തെങ്കിലും പ്രോബ്ലംസ് ഉണ്ടെന്നുണ്ടെങ്കിൽ. പക്ഷേ നെഗോസിയേഷൻ്റെ കാര്യത്തിൽ സ്യൂ ചെയ്യാനായിട്ട് പറ്റില്ല. ദെൻ ഗവേണിംഗ് ആക്ട്. അസൈൻമെൻറ്റ് ട്രാൻസ്ഫർ ഓഫ് ദി പ്രോപ്പർട്ടി ആക്ട് എന്ന് പറയുന്ന ആക്ടിൻ്റെ പെർവ്യൂവിലാണ് അസൈൻമെൻറ്റ് നമ്മൾ റെഗുലേറ്റ് ചെയ്യുന്നത്. നെഗോസിയേഷൻ റെഗുലേറ്റ് ചെയ്യുന്നത് നെഗോഷ്യബിൾ ഇൻസ്ട്രുമെൻറ്റ് ആക്ട് 1881 എന്ന പെർവ്യൂവിലാണ്. ഓക്കെ, അപ്പോൾ ഇത്രയുമാണ് നമ്മൾ ഫീച്ചേഴ്സായിട്ട് പറയുന്നത്. ഡിഫറൻസ് ബിറ്റ്വീൻ നെഗോസിയേഷൻ ആൻഡ് അസൈൻമെൻറ്റ്. ഇനി ലോ റിലേറ്റിംഗ് ടു നെഗോഷ്യബിൾ ഇൻസ്ട്രുമെൻറ്റ്സ്. ആക്ച്വലി സ്പീക്കിംഗ്, ഈ ലോ റിലേറ്റിംഗ് ടു നെഗോഷ്യബിൾ ഇൻസ്ട്രുമെൻ്റ് എന്ന് പറയുന്നത് ഇത്ര നേരം നമ്മൾ പ്രോമിസറി നോട്ട്, ബിൽ ഓഫ് എക്സ്ചേഞ്ച് ആൻഡ് ചെക്ക്, ഇതിനെപ്പറ്റി നമ്മൾ ഇത്ര നേരം ഡിസ്കസ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണോ അത് തന്നെയാണ് ലോ റിലേറ്റിംഗ് ടു നെഗോഷ്യബിൾ ഇൻസ്ട്രുമെൻറ്റ്സിൽ പറയുന്നത്. അതായത് അതൊരു റിട്ടൺ ഡോക്യുമെൻ്റ് ആയിരിക്കണം, അൺകണ്ടീഷണൽ ഓർഡർ ഉണ്ടായിരിക്കണം, ഒരു ബെയററിൻ്റെയോ അല്ലെങ്കിൽ ഓർഡർ പ്രകാരമോ നമ്മൾ പേയ്മെൻറ്റ് നടത്തുന്ന ഒരു കാര്യമായിരിക്കണം അതിൽ സ്പെസിഫൈ ചെയ്തിട്ടുണ്ടാവേണ്ടത്. പേയ്മെൻറ്റ് നടത്തുന്ന ഡേറ്റ് അല്ലെങ്കിൽ അത് റിസീവ് ചെയ്യുന്ന ആളുടെ പേര് കറക്റ്റായിട്ട് ഉണ്ടായിരിക്കണം. എൻഡോസ് ചെയ്യുന്നുണ്ടെങ്കിൽ റൈറ്റിൻ്റെ കാര്യം, അസൈൻ ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ റൈറ്റ്സിനെ പറ്റി അതെല്ലാം നമ്മളവിടെ ഡിഫൈൻ ചെയ്തിട്ടുണ്ടാവണം. അങ്ങനെ ഇത്ര നേരം നമ്മൾ ഈ 3 ഇൻസ്ട്രുമെൻസിനെ പറ്റി പറഞ്ഞിട്ടുള്ള അതേ കാര്യങ്ങൾ തന്നെയാണ് ലോ റിലേറ്റിംഗ് ടു നെഗോഷ്യബിൾ ഇൻസ്ട്രുമെൻസിൽ പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ അതൊരു സെപ്പറേറ്റ് സ്റ്റേറ്റ്മെൻറ്റായിട്ട് നമ്മുടെ ലെക്ചർ സ്കെഡ്യൂളിൽ കൊടുത്ത കാരണം കൊണ്ട് ഞാനത് പറഞ്ഞു എന്നേ ഉള്ളൂ. സോ നിങ്ങൾക്കത് വായിച്ച് നോക്കി അറിയുന്ന കാര്യം തന്നെയാണ്. ഇത്ര നേരം നമ്മൾ എന്താണോ പറഞ്ഞത് അത് തന്നെയാണ് ഇവിടെയും പറയുന്നത്. സോ ദാറ്റ്സ് ഓൾ ഫോർ ടുഡേയ്സ് ക്ലാസ്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ ചോദിക്കുക. ഈസി ആയിട്ടുള്ളൊരു ടോപ്പിക്കാണ്. ഓക്കെ, സോ താങ്ക് യു.